തേൻ എന്ന സിനിമയിലെ പ്രമേയം, കഥാപാത്രങ്ങൾ എന്നിവ കണ്ടെത്തി അവതരിപ്പിക്കുക. ഗ്രാമീണനായ യാക്കൂബിന്റെയും കുടുംബത്തിന്റെയും ജീവിതമാണ് തേൻ എന്ന ടർക്കിഷ് ചലച്ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. കാട്ടിലെ മരങ്ങളിൽ തേൻ പെട്ടികൾ സ്ഥാപിച്ച് തേനെടുത്തു കൊണ്ടുവന്ന് ഉപജീവനം കഴിക്കുന്ന യാക്കൂബ് എന്നയാളിന്റെയും അയാളുടെ മകനായ യൂസഫിന്റെയും കഥയാണ് തേൻ. യാക്കൂബ് എന്ന യുവാവ്, മകനായ യൂസഫ്, യാക്കൂബിന്റെ ഭാര്യ എന്നിവരാണ് സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങൾ. യാക്കൂബിനേക്കാളും കാണികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന കഥാപാത്രമാണ് യൂസഫ് എന്ന ബാലൻ. വിക്കുള്ളതിനാൽ ഈ കുഞ്ഞു യൂസഫ് അല്പം അന്തർമുഖനാണ്. ക്ലാസ്സിൽ പാഠങ്ങൾ വൃത്തിയായി ഉറക്കെ വായിക്കാൻ അവന് കഴിയുന്നില്ല. യൂസഫും അച്ഛനും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ളതാണ്. ഈ ലോകത്തിൽ അവനെ തിരിച്ചറിഞ്ഞ ഒരേ ഒരാൾ അവന്റെ അച്ഛനാണ്. അച്ഛനുമായി സംസാരിക്കുമ്പോൾ വളരെ ശബ്ദം കുറച്ച് സംസാരിക്കാൻ അവൻ ശീലിച്ചിട്ടുണ്ട്. അച്ഛന്റെ കൂടെ കാട്ടിൽ തേൻകൂട് വയ്ക്കാനും മറ്റു സഹായങ്ങൾ ചെയ്യാനുമൊക്കെ അവൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. ഒരിക്കൽ കാട്ടിൽ വെച്ച് അച്ഛൻ മയങ്ങി വീണപ്പോൾ യൂസഫ് വളരെ വിഷമിച്ചു. പിന്നീട് ഒരിക്കൽ അച്ഛൻ തേൻകൂട് സ്ഥാപിക്കാൻ ഉൾവനത്തിലേക്ക് പോയി തിരികെ വരാതെ ആയപ്പോൾ അവൻ ആകെ തളർന്നു. യൂസഫും അമ്മയും അയാളെ കാത്തിരുന്നു. അച്ഛനെന്തോ അപകടം പറ്റിയെന്ന് അറിഞ്ഞ യൂസഫ് അച്ഛനെ അന്വേഷിച്ച് വനത്തിലേക്ക് പോകുന്നു. അവന്റെ പരുന്ത് വഴികാട്ടിയായി അവനൊപ്പമുണ്ട്. നേരം ഇരുട്ടിയപ്പോൾ ഒരു മരച്ചുവട്ടിൽ തളർന്നുറങ്ങാനേ അവന് കഴിഞ്ഞുള്ളൂ. ഇരുളും തണുപ്പും പൊതിഞ്ഞ വിജനതയിൽ ഒരു വലിയ വൃക്ഷത്തിന്റെ കീഴിലെ വേരുപടർപ്പുകൾക്കിടയിൽ ഗർഭപാത്രത്തിൽ എന്ന പോലെ ചുരുണ്ടുകിടന്ന് തളർന്നുറങ്ങുന്ന കുഞ്ഞു യൂസഫിൽ സിനിമ അവസാനിക്കുകയാണ്. യാക്കൂബ് എന്ന കഥയിലെ അച്ഛൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമാണ് തേൻ കൃഷി തുടങ്ങുന്നത്. മകനോട് പ്രത്യേക തരത്തിലുള്ള ആത്മബന്ധം സ്ഥാപിച്ചിട്ടുള്ള യാക്കൂബ് വനത്തിന്റെ സൗന്ദര്യവും ഒപ്പം ഭീകരതയും അവന് കാട്ടിക്കൊടുത്തിട്ടുണ്ട്. യാക്കൂബിന്റെ ഭാര്യയാണ് മറ്റൊരു കഥാപാത്രം. സിനിമയിൽ വലിയ പ്രാധാന്യമൊന്നുമില്ലാത്ത കഥാപാത്രമാണെങ്കിലും സ്നേഹവും അർപ്പണബോധവുമുള്ള ഒരു ഉത്തമ ഭാര്യയാണ് അവർ. ഈ ലോകത്തിൽ അവനെ തിരിച്ചറിഞ്ഞ ഒരാളേ ഉള്ളൂ, അത് അവന്റെ അച്ഛനാണ്. അച്ഛനും മകനുമായുള്ള ആത്മബന്ധം ആവിഷ്കരിച്ചതിന്റെ സവിശേഷതകൾ കണ്ടെത്തി സിനിമയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. സെമി ക്ലപ്ലനോവ് എന്ന ടർക്കിഷ് ചലച്ചിത്രകാരന്റെ പ്രശസ്തമായ സിനിമയാണ് ബാൽ അഥവാ തേൻ. അച്ഛൻ, അമ്മ, മകൻ എന്നീ 3 കഥാപാത്രങ്ങളാണ് ഈ സിനിമയിലുള്ളത്. അച്ഛൻ യാക്കൂബും മകൻ യൂസഫും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയാണിത്. സംസാരിക്കുമ്പോൾ വിക്കുള്ള കുട്ടിയാണ് യൂസഫ്. അതുകൊണ്ട് തന്നെ സംസാരിക്കാനും പാഠങ്ങൾ വായിക്കാനുമെല്ലാം അവന് മടിയാണ്. അവൻ ലജ്ജാലുവും അന്തർമുഖനുമാണ്. ക്ലാസ്സിൽ പാഠങ്ങൾ വൃത്തിയായി ഉറക്കെ വായിക്കാൻ അവന് ഒരിക്കലും കഴിയുന്നില്ല. അച്ഛനുമായി മാത്രം സംസാരിക്കുന്ന അവൻ വളരെ പതുക്കെ, മന്ത്രണം പോലെയാണ് സംസാരിക്കുന്നത്. ഈ ലോകത്തിൽ അവനെ തിരിച്ചറിയുന്ന ഒരാളേ ഉള്ളൂ, അത് അച്ഛനാണ്. അച്ഛനോട് സംസാരിക്കുമ്പോൾ യൂസഫിന് ആത്മവിശ്വാസം ലഭിക്കുന്നു. മകനെ എല്ലായ്പ്പോഴും ചേർത്ത് നിർത്താൻ യാക്കൂബിന് സാധിച്ചു. വനത്തിൽ തേൻകൂട് സ്ഥാപിക്കാനും തേൻ ശേഖരിക്കാനും ഒക്കെ പോകുമ്പോൾ യാക്കൂബ് മകനെയും ഒപ്പം കൂട്ടും. അവർ തമ്മിലുള്ള സ്വകാര്യം പറച്ചിലുകളും ഒന്നുചേർന്നുള്ള യാത്രകളും അവരുടെ ബന്ധത്തെ സുദൃഢമാക്കുന്നു. വലിയ മരത്തിനു മുകളിൽ തേൻകൂട് സ്ഥാപിക്കാൻ കയറി നിൽക്കുന്ന യാക്കൂബിനെ യൂസഫാണ് സഹായിക്കുന്നത്. തേൻ ശേഖരിക്കാനായി കാട്ടിലേക്ക് പോയ യാക്കൂബ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തിരിച്ചെത്തുന്നില്ല. അച്ഛന് അപകടം പറ്റിയെന്ന് അറിയുന്ന അവൻ കാട്ടിലേക്ക് പോകാൻ ധൈര്യം കാണിക്കുന്നു. ഇത് അവന് അച്ഛനോടുള്ള സ്നേഹത്തിന്റെ കറയില്ലാത്ത അടയാളമാണ്. യാക്കൂബും യൂസഫും തമ്മിലുള്ള ആത്മബന്ധം ഈ സിനിമയിൽ ഉടനീളം കാണാം. സ്കൂളിൽ അവന് കൂട്ടുകാരില്ല. പോകുന്നതും വരുന്നതും തനിച്ചാണ്. ഒഴിവു സമയങ്ങളിൽ മറ്റു കുട്ടികൾ മുറ്റത്ത് ഓടിക്കളിക്കുമ്പോൾ യൂസഫ് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വിദൂരതയിലെ നീലമലകളിലേക്ക് നോക്കി ജാലകത്തിനരികിൽ ഇരിക്കും. ഇതുപോലെ ഒരു സഹപാഠി നിങ്ങൾക്കുമുണ്ടെങ്കിൽ അയാളെ ഒപ്പം കൂട്ടുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാവും ചെയ്യുക? കുറിപ്പ് തയ്യാറാക്കുക. തേൻ എന്ന സിനിമയിലെ യൂസഫ് എന്ന 6 വയസ്സുകാരൻ സംസാരിക്കുമ്പോൾ വിക്കുള്ള കുട്ടിയാണ്. അവൻ ലജ്ജാലുവും അന്തർമുഖനുമാണ്. സ്കൂളിൽ അവന് കൂട്ടുകാരില്ല.
ക്ലാസ്സിൽ പാഠങ്ങൾ ഉറക്കെ വായിക്കാൻ അവന് സാധിക്കുന്നില്ല. ഇതുപോലെ ഒരു സഹപാഠി എൻ്റെ ക്ലാസ്സിലുമുണ്ടെങ്കിൽ അവനെ അവഗണിക്കാതെ എല്ലാ കാര്യത്തിലും പങ്കാളിയാക്കാൻ ഞാൻ ശ്രമിക്കും. മറ്റു കുട്ടികളുടെ കളിയാക്കലും ചിരിയുമെല്ലാമാണ് ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തുന്നത്. ഉള്ളിലുള്ള പേടി കൊണ്ടാണ് പാഠങ്ങൾ ഉറക്കെ വായിക്കാൻ സാധിക്കാത്തത്. ഈ പേടി അകറ്റണമെങ്കിൽ കൂട്ടുകാരെല്ലാം തന്നോടൊപ്പം ഉണ്ട് എന്ന ചിന്ത അവനിൽ ഉണ്ടാക്കുകയാണ് ആദ്യം വേണ്ടത്. ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ അത് സാധ്യമല്ല. അതിനാൽ അധ്യാപികയുടെ സഹായത്തോടു കൂടി മറ്റു കുട്ടികളെ കൂടി ബോധവൽക്കരണം നടത്തി അവന് പിന്തുണ നൽകാൻ ഞാൻ തീർച്ചയായും ശ്രമിക്കുന്നതാണ്. സഹപാഠികളായ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു വിധത്തിലും അവനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമോ കളിയാക്കലുകളോ ഉണ്ടാവാതെ ക്ലാസ്സിലെ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണെന്ന് മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കും. ചേർത്ത് പിടിക്കലാണ് ആത്മവിശ്വാസം നൽകുന്നത്. ഏതു പ്രശ്നവും ആത്മവിശ്വാസം കൊണ്ട് മറികടക്കാവുന്നതാണ്. നല്ല ചങ്ങാതിമാർ ഉണ്ടെങ്കിൽ ആരും ഒറ്റപ്പെട്ടു പോവുകയില്ല. ഞാൻ എല്ലാവരുടെയും നല്ല ചങ്ങാതി ആയിരിക്കും. തേൻ എന്ന സിനിമ നിർവഹിക്കുന്ന സാമൂഹിക ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? താഴെ കൊടുത്തിരിക്കുന്നവയ്ക്കൊപ്പം കൂടുതൽ ആശയങ്ങൾ ഉൾപ്പെടുത്തി സ്വാഭിപ്രായം വിശദമാക്കുക. വ്യക്തിബന്ധങ്ങളുടെ ഇഴയെടുപ്പം, പ്രകൃതിയും മനുഷ്യനും ഒത്തിണങ്ങിയ ജീവിതം. അച്ഛനും മകനും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഗാധമായ ബന്ധമാണ് ഈ സിനിമയിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നത്. അച്ഛൻ, അമ്മ, മകൻ എന്നിവരുടെ ഇഴയെടുപ്പം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മകനെ ആഴത്തിൽ മനസ്സിലാക്കുന്ന അച്ഛനെയും അച്ഛനെ അഗാധമായി സ്നേഹിക്കുന്ന മകനെയും ഈ സിനിമയിൽ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. കുടുംബത്തിന്റെ ഭദ്രത കാത്തു സൂക്ഷിക്കുന്ന അമ്മ സ്നേഹവും അർപ്പണബോധവുമുള്ള വ്യക്തിത്വമാണ്. കുടുംബ ബന്ധത്തിന്റെ ദൃഢത നമുക്ക് ഈ സിനിമയിൽ കാണാം. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമാണത്. പ്രകൃതിയിൽ നിന്ന് തേൻ ശേഖരിച്ച് ജീവിക്കുന്ന കുടുംബത്തിന് പ്രകൃതിയാണ് എല്ലാം. ജീവിതത്തിൽ പല പ്രതിസന്ധികളിൽ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് ആശ്വാസമായി നിൽക്കാൻ പ്രകൃതിക്ക് കഴിയുന്നതായി നമുക്ക് സിനിമയിൽ കാണാം. കൂട്ടുകാരില്ലാത്ത യൂസഫിന് പ്രകൃതി ഉറ്റ ചങ്ങാതിയാണ്. മറ്റു കുട്ടികൾ മുറ്റത്ത് ഓടിക്കളിക്കുമ്പോൾ യൂസഫ് സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്നത് വിദൂരതയിലെ നീലമലകളിലേക്ക് നോക്കിയാണ്. അച്ഛനോടൊപ്പം തേനെടുക്കാൻ പോകുന്നതെല്ലാം യൂസഫ് വളരെയധികം ആസ്വദിക്കുന്നുണ്ട്. പ്രകൃതിയോടുള്ള അവന്റെ ബന്ധം ഇവിടെയെല്ലാം വ്യക്തമാകുന്നു. അച്ഛന് അപകടം പറ്റിയെന്നറിയുന്ന യൂസഫ് കാട്ടിലേക്ക് ഓടുകയും ക്ഷീണിതനായ വേരുപടപ്പുകൾക്കിടയിൽ തളർന്നുറങ്ങി ഗർഭപാത്രത്തിൽ എന്ന പോലെ കിടക്കുന്നതുമായ ദൃശ്യം പ്രകൃതി അമ്മയായി മാറുന്നതിന്റെ സൂചനയാണ്. വിക്കുള്ള യൂസഫ് കൂട്ടുകാരിൽ നിന്ന് അകന്നു നിൽക്കുകയും അന്തർമുഖനായി മാറുകയും ചെയ്യുന്നു. നമുക്ക് ചുറ്റും ചെറിയ പോരായ്മകളുമായി അവഗണിക്കപ്പെടുന്ന നിരവധി പേരുണ്ട്. അവരുടെ പ്രതിനിധിയാണ് യൂസഫ്. ഒരു ചേർത്ത് പിടിക്കലിലൂടെ നമുക്ക് അവരുടെ ജീവിതം വർണ്ണാഭമാക്കാൻ സാധിക്കും. അവർക്ക് സ്നേഹവും പരിഗണനയും നൽകേണ്ടത് നമ്മുടെ സാമൂഹിക ധർമ്മമാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സിനിമ. ഇലച്ചാർത്തുകളിൽ കാറ്റിളക്കങ്ങളുടെ മർമ്മരവും കാട്ടുപക്ഷികളുടെ വിളികളും മാത്രമേ പശ്ചാത്തലത്തിലുള്ളൂ. കാറ്റിന്റെ ഇളക്കം കാറ്റിളക്കം എന്നും കാട്ടിലെ പക്ഷികൾ കാട്ടുപക്ഷികൾ എന്നും സമാസിച്ച് എഴുതിയപ്പോൾ ഉണ്ടായ മേന്മകൾ എന്തെല്ലാം? ഇത്തരത്തിലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തുക. ഇത്തരത്തിൽ പദങ്ങളെ കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ ആശയ വ്യക്തത ഉണ്ടാകുന്നു. ഉച്ചാരണം എളുപ്പമാവുകയും വാക്യഭംഗി ഉണ്ടാവുകയും ചെയ്യുന്നു. കാറ്റിന്റെ ഇളക്കം കാറ്റിളക്കം എന്നും കാട്ടിലെ പക്ഷികൾ കാട്ടുപക്ഷികൾ എന്നും സമാസിച്ച് എഴുതിയപ്പോൾ ഭാഷയ്ക്ക് ശക്തിയും ഭംഗിയും കൈവരുന്നതായി കാണാം. കൂടുതൽ ഉദാഹരണങ്ങൾ: സ്ഫടികം കൊണ്ടുള്ള പാത്രം സ്ഫടികപാത്രം, മരത്തിന്റെ ചില്ല മരച്ചില്ല, മരത്തിന്റെ കൊമ്പ് മരക്കൊമ്പ്, തേൻ നിറച്ച കൂടുകൾ തേൻകൂടുകൾ, മരത്തിന്റെ പലക മരപ്പലക, കാലിന്റെ പെരുമാറ്റം കാൽപെരുമാറ്റം. സ്കൂളിലെ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളെ പരിചയപ്പെടുത്താനായി സിനോപ്സിസ് തയ്യാറാക്കുക. സിനോപ്സിസ്: ചലച്ചിത്ര പ്രദർശനത്തിനു മുമ്പ് സിനിമ ലളിതമായി പരിചയപ്പെടുത്തുന്ന കുറിപ്പാണ് സിനോപ്സിസ്. ചലച്ചിത്രത്തിന്റെ പ്രമേയം, ലഭിച്ച പുരസ്കാരങ്ങൾ, പിന്നിൽ പ്രവർത്തിച്ചവർ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് ഇത് തയ്യാറാക്കുന്നത്. ഒരു സിനോപ്സിസിന്റെ മാതൃക നോക്കാം. വീഡിയോ
ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക.